ഫ്രണ്ട്സ്, കാർ ഏതുമാകട്ടെ ഏറ്റവും വിലക്കുറവിൽ ഹൈ ക്വാളിറ്റിയോടുകൂടി യൂസ്ഡ് കാർ സ്വന്തമാക്കാം. അത് എവിടെയാണെന്നല്ലേ? നമ്മുടെ എംപയർ കാർസ് കോട്ടയം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. ലോ ബഡ്ജറ്റ് കാർസുകളുടെ സെക്ഷൻ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് വരുന്നത് ഈക്കോ എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് 2018 മോഡൽ മാരുതി സുസുക്കിയുടെ ഈക്കോ എന്ന വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 4 ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ഉണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് 3,65,000 രൂപ. 3,65,000. അതെ അതെ. അപ്പൊ നമുക്ക് ഒരു 50,000 രൂപയ്ക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ലോൺ ചെയ്യാം. പിന്നെ ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു മോഡൽ നമുക്ക് ഇറക്കാവുന്നതാണ്. പല ബിസിനസ്സുകാരും നോക്കുന്ന ഒരു മോഡൽ. നമുക്കൊരു 4 വർഷം വരെ നമുക്ക് ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതെ. ഇത് വരുന്നത് i20 ഡീസലാണ്. 2012 മോഡൽ മാഗ്ന i20. ഇതും സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 1,41,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റേറ്റ് വരുന്നത് 2,75,000 രൂപ. 2,300,000. നമുക്കൊരു 50,000 നമുക്ക് EMI. പിന്നെ തീർച്ചയായിട്ടും നമുക്കൊരു 2,15 ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്യാം. ഇത് നമ്മൾ എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ അലോയ് വീലൊക്കെ ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ഒരു അലോയ് വീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ആയാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഗിയർ. നെക്സ്റ്റ് നമുക്ക് ഫ്ലുവൻസ്. ഈ വണ്ടി ചെറിയ വിലക്ക്. അതെ, വലിയ വണ്ടി ചെറിയ വിലക്ക്. ഇത് എത്ര റേറ്റ് വരുന്നത്? ഇത് 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം രൂപ. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? 1,17,000 കിലോമീറ്റർ. മോഡല് 2012 മോഡൽ 13 രജിസ്ട്രേഷൻ. ഫ്ലുവൻസ് ഡീസൽ. ഇത് നമുക്ക് EMI എത്രയിൽ ഇറക്കാൻ പറ്റും? EMI നമുക്കൊരു 1 lakhന്റെ അകത്ത് മതി. ഒരു 75,000 നമുക്ക് ഇറക്കാൻ പറ്റും. ഹൈ ക്വാളിറ്റി യൂസ്ഡ് കാർസിൽ വരുന്ന ടയോട്ട ഇന്നോവയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് വരുന്നത് കേരള രജിസ്ട്രേഷൻ. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ് ഈ വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് 12.5 lakh ആണ് റേറ്റ് വരുന്നത്. അതെ, 2016 മോഡൽ വണ്ടിയാണ്. അതായത് ലാസ്റ്റ് മോഡലാണ്. തൊട്ട് മുന്നത്തെ മോഡലാണ്. ലാസ്റ്റ് മോഡലാണ് 2016. ഇത് 2.5 GX വണ്ടിയാണ്. അതിനകത്ത് VX-ന്റെ ഫിറ്റിംഗ്സ് അലോയ് വീലും ക്രോമ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ന്യൂ പുത്തൻ ടയേഴ്സ് ആണ് ഇപ്പൊ ഇതിന് ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ എത്ര കിലോമീറ്റർ? 1,51,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്. 1.5 lakhലാണ് ഇതിന്റെ മേജർ സർവീസ് ചെയ്യേണ്ടത്. അതും ഓതറൈസ്ഡ് ഡീലർ എടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോ ഈ ഒരു ഇന്നോവ നമുക്ക് എത്ര ലക്ഷം രൂപയ്ക്ക് നമുക്ക് 12.5 ലക്ഷം രൂപ. 12.5 ലക്ഷം രൂപയ്ക്ക് ഈ ഇന്നോവ നമുക്ക് ഇവിടുന്ന് സ്വന്തമാക്കാം. ഇവരുന്ന് നമ്മുടെ BMW അല്ലേ? അതെ, BMW X1. അതെ. ഓക്കെ, ഇത് ഏതാ മോഡല്? 2012 മോഡല്. ഇത് എത്ര കിലോമീറ്റർ? 1,07,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന്റെ ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും ഗുഡ് കണ്ടീഷൻ. ഇതിന്റെ കേരള വണ്ടിയാണ്. കേരള രജിസ്ട്രേഷൻ. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ. അതെ. ടയേഴ്സ് ഒക്കെ 4 ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടി. ഇത് എത്ര റേറ്റ്? നമ്മൾ 9 ലക്ഷം രൂപ. 9 ലക്ഷം രൂപ. ചെറിയ വിലയ്ക്ക് ഒരു വലിയ പ്രീമിയം കാർ. ചെറിയ വിലക്ക് നമുക്കൊരു നല്ലൊരു പ്രീമിയം കാർ നമുക്ക് സ്വന്തമാക്കാം. 2010 മോഡല് മെഴ്സിഡസ് ബെൻസ് E250 CDI ഡീസൽ എഞ്ചിൻ ആണ്. ഹിമാചൽ പ്രദേശ് റീ ആണ്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. ലെതർ സീറ്റ് മസാജർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സൺറൂഫ് വരുന്നുണ്ട്. ഈ വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില 7.5 lakh. 7.5 lakh. അതെ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പോളോ കാറാണ്. റെഡ് കളറാണ് വരുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന ഒരു മോഡല്. ഇത് 2019 രജിസ്ട്രേഷൻ. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടിയാണ്. ഇത് ഡീസലാണ് കേട്ടോ വരുന്നത്. ഡീസൽ ടോപ്പ് ഹൈലൈൻ പ്ലസ് എന്ന് പറയും. ഓക്കെ, ഇതിന്റെ റേറ്റ് എത്രയാണ് വരുന്നത്? 7 lakh ചോദിക്കുന്നത്. 7 lakh. അതെ. ഓക്കെ, ഇത് രജിസ്ട്രേഷൻ ഒക്കെ എങ്ങനെയാ? കേരള വണ്ടിയാണ്. കേരള വണ്ടി തന്നെയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. അതെ. ഫുൾ കമ്പനി മെയിൻറ്റൈൻഡ് ആണ്. അതെ. ഓക്കെ, ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും എല്ലാം നല്ല ഗുഡ് കണ്ടീഷൻ ആണ്. GT-യുടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. ടയർ ആയാലും ടയറെല്ലാം ഒരു 80+ ടയർ ഉണ്ട്. 80% എബോവ് ടയർ ഉണ്ട്. വേറെ സർവീസും കാര്യങ്ങളൊക്കെ കമ്പനി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സർവീസ് ആണ്. നമ്മുടെ വണ്ടി വരുന്ന കൊറോള ഓൾഡിസ് ആണ്. ഇത് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. 2012 ആണ്.
95,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ഫുൾ കമ്പനി മെയിൻറ്റൈൻഡ് വെഹിക്കിൾ ആണ്. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 95,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് റേറ്റ് വരുന്നത് റേറ്റ് നമുക്ക് 5.5 ലാക്ക്. ഒരുപാട് ആവശ്യക്കാരുള്ള വണ്ടിയാണ്, ഒരുപാട് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. മെയിൻ്റെനൻസ് കുറവാണ്. മൈലേജ് നമുക്കൊരു 16-17 കിലോമീറ്റർ മൈലേജ് കിട്ടും. 16 കൺഫേം ആയിട്ട് കിട്ടും. നെക്സ്റ്റ് മാരുതിയുടെ സെലേറിയോ എന്ന വണ്ടിയാണ്. ഒരു ചെറിയ വണ്ടിയാണ്. 2020 മോഡലാണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയർസ് ഒക്കെ റീസെന്റ് മാറിയിട്ടുണ്ട്. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഫുൾ കമ്പനി മെയിൻറ്റൈൻഡ് വെഹിക്കിൾ ആണ്. ഇത് റേറ്റ് വരുന്നത് 4,65,000 രൂപ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഓണർഷിപ്പ് ആണ്. ഈ ഒരു 3 വണ്ടികൾക്കും EMI ഓപ്ഷൻ ഉള്ളതാണ്. ഇത് ഡൗൺ പേയ്മെന്റ് 50,000 ഉണ്ടെങ്കിൽ ഇത് ഇറക്കാൻ പറ്റും അല്ലേ? എല്ലാം ഏകദേശം ഒരു 1 ലാഖിന് താഴെ ഉണ്ടെങ്കിൽ ഇറക്കാൻ സാധിക്കും. 1 ലാഖിന് താഴെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം നമുക്ക് ഇറക്കാവുന്നതാണ്. നമ്മുടെ ഈ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മള് MC റോഡിൽ ഏറ്റുമാനൂർ കോട്ടയം വരുന്ന വഴിക്ക് സുലഭ എന്ന സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് മാതാ ഹോസ്പിറ്റലിനോട് അടുത്തായിട്ട്. തെള്ളാവ് എന്ന് പറയും ഈ സ്ഥലം. അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിന്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്, അതായത് നിങ്ങളെ പർച്ചേസ് ചെയ്യാൻ വരുന്ന സമയത്ത് നിങ്ങൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ അങ്ങനെ കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ജേനയുടെ സബ്സ്ക്രൈബേഴ്സ് വന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബിന് തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഡിസ്കൗണ്ട് ഇവർ തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ വേഗം ഇങ്ങോട്ട് പോന്നോളൂ. അപ്പൊ ഇവരുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.